നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇത് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം നേരിട്ടും പരോക്ഷമായും നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ വീഡിയോയിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമായ ജോലികൾ, എവിടെ അപേക്ഷിക്കാം, എന്തൊക്കെ യോഗ്യത വേണം, എത്ര ശമ്പളം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വീഡിയോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വിഴിഞ്ഞം തുറമുഖത്തിൽ ആർക്കൊക്കെയാണ് അവസരമെന്ന് നോക്കാം. ഒരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. തുറമുഖത്തിൽ ജോലി ലഭിക്കാൻ എഞ്ചിനീയർ ആയിരിക്കണം എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അത് ശരിയല്ല. ഇവിടെ SSLC, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, BTech, MBA എന്നിവയുള്ളവർക്കെല്ലാം വിവിധ വിഭാഗങ്ങളിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. മാനേജിംഗ് ഡയറക്ടറിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. 1 വർഷത്തേക്കായിരിക്കും ഈ നിയമനമുള്ളത്. ബിരുദം യോഗ്യതയായുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 15. പ്രതിമാസ ഏകീകൃത ശമ്പളം 30,000 രൂപയാണ്. പിന്നെ അദാനി പോർട്സിലാണ് ഒഴിവുകളുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന സ്ഥാപനമാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ഈ സ്ഥാപനത്തിൽ ഇടയ്ക്കിടെ വിവിധ തസ്തികകളിലേക്ക് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാന ഒഴിവുകൾ പോർട്ട് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, മെറൈൻ ഓപ്പറേഷൻസ് സ്റ്റാഫ്, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, സേഫ്റ്റി ഓഫീസർ, HSC എക്സിക്യൂട്ടീവ്, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ക്രെയിൻ മെയിൻ്റനൻസ് എഞ്ചിനീയർ, IT സപ്പോർട്ട് എഞ്ചിനീയർ, HR എക്സിക്യൂട്ടീവ്, ഫിനാൻസ് എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ എന്നീ ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. യോഗ്യത ജോലിയുടെ സ്വഭാവമനുസരിച്ച് വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത, ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസ് പരിചയമുണ്ടെങ്കിൽ കൂടുതൽ സാധ്യത. സേഫ്റ്റി ഓഫീസർ, നെബോഷ് അല്ലെങ്കിൽ സേഫ്റ്റി ഡിപ്ലോമ ഉള്ളവർക്ക് മികച്ച അവസരം. ടെക്നീഷ്യൻ, ITI, ഡിപ്ലോമ, ഓഫീസ് സ്റ്റാഫ്, ഡിഗ്രി, കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. നല്ല ആശയവിനിമയ കഴിവ് വേണം. ശമ്പളം ജോലി അനുസരിച്ച് മാറുന്നതാണ്. സാധാരണയായി ടെക്നീഷ്യന് 25,000 മുതൽ 45,000 വരെയും, സൂപ്പർവൈസർക്ക് 40,000 മുതൽ 70,000 വരെയും, എഞ്ചിനീയർമാർക്ക് 6 ലക്ഷം മുതൽ 15 ലക്ഷം വരെയും വാർഷിക ശമ്പളം ഉണ്ടായിരിക്കും. സീനിയർ പ്രൊഫഷണൽസിന് അനുഭവത്തിനനുസരിച്ച് കൂടുതൽ ഒഴിവുകൾ ഉണ്ടായിരിക്കും. അദാനി പോർട്സിന്റെ ഔദ്യോഗിക കരിയേഴ്സ് പേജിൽ പോയി അക്കൗണ്ട് സൃഷ്ടിക്കണം. റെസ്യൂം അപ്ലോഡ് ചെയ്യണം. അനുയോജ്യമായ ജോലി തിരഞ്ഞെടുക്കാം. ഓൺലൈനായാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. പ്രധാന ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.